നിങ്ങൾ കൊടുക്കുന്ന ഒരൊറ്റ ഇഞ്ചക്ഷൻ കാരണം രോഗിയുടെ ജീവിതകാലം മുഴുവൻ കാല് തളർന്നു പോയാൽ എന്തു ചെയ്യും? നഴ്സിംഗ് പഠനം തുടങ്ങുമ്പോൾ തന്നെ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു സത്യമാണിത്. ഫസ്റ്റ് ഇയർ ഫണ്ടമെന്റൽസ് ലാബിൽ IM ഇഞ്ചക്ഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പല കുട്ടികളും വളരെ നിസ്സാരമായിട്ടാണ് ഇതിനെ കാണുന്നത്. ഇടുപ്പിൽ എവിടെയെങ്കിലും കുത്തിയാൽ പോരെ എന്നാണ് പലരുടെയും ചിന്ത. എന്നാൽ അനാട്ടമി കൃത്യമായി അറിയാതെ വെറുതെ ഒരു അനുമാനത്തിൽ ഇഞ്ചക്ഷൻ നൽകുന്നത് അതീവ അപകടകരമാണ്. അല്പം ഒന്ന് മാറിപ്പോയാൽ അത് രോഗിയുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വില്ലൻ സയാറ്റിക് നെർവ് ആണ്. നമ്മുടെ കാലുകളിലെ ചലനം നിയന്ത്രിക്കുന്ന ഏറ്റവും വലിയ ഞരമ്പാണിത്. ഗ്ലൂട്ടിയൽ മസിലിനടിയിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ ഈ ഞരമ്പിൽ സൂചി കൊണ്ടാൽ രോഗിക്ക് ഫുഡ് ഡ്രോപ്പ് എന്ന അവസ്ഥ വരികയും കാല് തളരുകയും ചെയ്യും. ഇത് ഒഴിവാക്കാൻ നമ്മൾ നിതംബത്തെ 4 ഭാഗങ്ങളായി തിരിക്കണം. ഇതിൽ അപ്പർ ഔട്ടർ ക്വാഡ്രന്റ് മാത്രമാണ് സേഫ് സോൺ. ഇവിടെ കുത്തിയാൽ മാത്രമേ സയാറ്റിക് നെർവിനെ ഒഴിവാക്കാൻ സാധിക്കൂ. പരീക്ഷയ്ക്ക് പാസ്സാകാൻ മാത്രമല്ല ഇത് പഠിക്കുന്നത്. നാളെ തിരക്കുള്ള ഒരു കാഷ്വാലിറ്റിയിലോ വാർഡിലോ ജോലി ചെയ്യുമ്പോൾ എത്ര വേഗത്തിൽ മരുന്ന് കൊടുക്കേണ്ടി വന്നാലും ലാൻഡ്മാർക്ക് നോക്കാതെ ഒരിക്കലും നിങ്ങൾ ഇഞ്ചക്ഷൻ നൽകരുത്. ഡോക്ടർ മരുന്ന് എഴുതിയാലും അത് സുരക്ഷിതമായി നൽകേണ്ടത് ഒരു നഴ്സിന്റെ മാത്രം ഉത്തരവാദിത്തമാണ്. അവിടെ വരുന്ന പിഴവിന് മാപ്പില്ല. എന്നാൽ പുതിയ പഠനങ്ങൾ അനുസരിച്ച് ഇഞ്ചക്ഷൻ നൽകാൻ ഇതിനേക്കാൾ സുരക്ഷിതമായ മറ്റൊരു സ്ഥലം കൂടിയുണ്ട്. അവിടെ സയാറ്റിക് നെർവ് ഇഞ്ചുറി വരാനുള്ള സാധ്യത തീരെയില്ല. ആ സൈറ്റിന്റെ പേരെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഇതുപോലെ നഴ്സിംഗ് സബ്ജക്ട് സിമ്പിൾ ആയി മനസ്സിലാക്കി പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നഴ്സിംഗ് എന്ന് കമന്റ് ചെയ്യൂ.